Hello students, in this class we will study about the Savart Law. The magnetic field of a steady current is given by the Savart's law. Consider a closed current carrying wire. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. See, why are we taking a closed wire? ഒരു ഫൈനൈറ്റ് ലെങ്ത്തിലുള്ള ഒരു വയറിൽ സ്റ്റഡി ആയിട്ടുള്ള കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലേ? ഒരറ്റത്തും തുടങ്ങി മറ്റേ അറ്റത്തുനിന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ സ്റ്റഡി കറണ്ട് ത്രൂ ഔട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ ആ ലെങ്ത്ത് ഇൻഫൈനൈറ്റ് ആയിരിക്കണം. നേരെ വെച്ചിരിക്കുന്ന കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി ഇൻഫിനിറ്റിയിൽ അവസാനിക്കണം, എന്നാലേ സ്റ്റഡി കറണ്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഇതേപോലെ ഒരു ക്ലോസ്ഡ് ലൂപ്പിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള കറണ്ട് ഈ ലൂപ്പിൽ ഇങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൂപ്പിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പോയിന്റ്, ഈ റെഡ് ഡോട്ടുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ R ആണെങ്കിൽ ആ പോയിന്റിൽ ഈ കറണ്ട് ക്യാരിയിങ് വയർ തരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചു മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് സ്റ്റഡി കറണ്ട്സ് ആണ് അല്ലേ? അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ഇനി മുതൽ നമ്മൾ മനസ്സിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പോയിന്റിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയൊരു ലെങ്ത് ഓഫ് ദിസ് കണ്ടക്ടർ നമ്മൾ അസ്യൂം ചെയ്യുക. ഇൻഫൈനൈറ്റ്സ് ലെങ്ത് എലമെൻറ്റ് DL ഡാഷ് ആണ് കേട്ടോ. ഈ ഫിഗറിൽ നിങ്ങളിങ്ങനെ വെക്റ്റർ സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇവിടെ വെക്റ്ററിനുള്ള ആരോ മാർക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇക്വേഷനിൽ എഴുതുമ്പോൾ വെക്റ്റർ സൈൻ ഇതിൻ്റെ മുകളിൽ ഇടണം. ഇവിടെ വെക്റ്റർ സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഫിഗർ അല്ലേ? അപ്പോൾ ഇവിടെ ആരോ മാർക്ക് നമ്മൾ വെക്റ്ററിൻ്റെ പടം നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഇൻഫൈനൈറ്റ്സ്മെൻറ്റ് ലെങ്ത് എലമെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ലെങ്ത്തിൽ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇൻഫൈനൈറ്റ്സ്മെൻറ്റ് ലെങ്ത് എലമെൻറ്റും ഈ പോയിന്റും തമ്മിലുള്ള വെക്ടോറിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ R-ൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതണം. 2R-ഉം 2 ഡിസ്റ്റൻസുകളാണ് അല്ലേ? ഇത് പൊസിഷൻ വെക്റ്റർ ഓഫ് ദിസ് പോയിന്റ് ആണ്. ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ DL ആൻഡ് R ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ്. അപ്പോൾ ഈ R കേഴ്സീവ് R ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഇനി മുതൽ ത്രൂ ഔട്ട് അങ്ങനെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സ്റ്റഡി ലൈൻ കറണ്ട് അറ്റ് ദിസ് പോയിന്റ് വിൽ ബി ഗിവൺ ബൈ ദ ഇക്വേഷൻ B ഓഫ് R അല്ലെങ്കിൽ B അറ്റ് R is equal to mu0/4 integral I cross R cap, ഇത് ER ആണ്, by R square DL dash. ഇവിടെ വീണ്ടും ഈ ഇക്വേഷൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, ഇതിന് പ്രൂഫില്ല. ഇത് നമ്മൾ കുളുംസ് ലോ ഒക്കെ പോലെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളുംസ് ലോ പോലെ ത്രൂ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, ത്രൂ ഒബ്സർവേഷൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ അതിന് പ്രൂഫില്ല. പക്ഷേ ഇതിലുള്ള ഓരോരോ ക്വാണ്ടിറ്റിയും എന്താണ് എന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇനി ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടിനെ നമ്മൾ സ്കെയിലാറായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളിത് മാറ്റി എഴുതണം. നേരത്തെ നമ്മൾ കറണ്ട് ഡെൻസിറ്റീസിൻ്റെ ഒക്കെ കേസിൽ ചെയ്ത പോലെ തന്നെ റീറൈറ്റ് ദിസ് വെക്റ്റർ I ആസ് മാഗ്നിറ്റ്യൂഡ് I ഇൻടു I cap. Then take the magnitude I outside the integral. That is written here. ഇവിടെ ബാക്കിയുള്ള എന്താ? I cap. ഇവിടെ നമുക്കൊരു DL ഡാഷ് ഉണ്ട്. ഈ DL ഡാഷിൻ്റെ ഡയറക്ഷനും ഐൻ്റെ ഡയറക്ഷനും സെയിം ആണ് അല്ലേ? ഈ ലൂപ്പിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് DL ഡാഷിൻ്റെ ഡയറക്ഷനും. അപ്പോൾ DL ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇവിടെ I ക്യാപ്പ് എന്ന് പറഞ്ഞ ഡയറക്ഷനാണ്. DL ഡാഷും ഐയും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് I ക്യാപ്പിനെ നമുക്ക് DL ഡാഷ് ക്യാപ്പ് എന്നും എഴുതാം. അപ്പോൾ ഇവിടെയുള്ള DL ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡും DL ഡാഷ് ക്യാപ്പും കൂടെ that will become DL dash vector cross R cap അങ്ങനെ തന്നെ എഴുതുക, R square അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ,
So if you by heart this equation, you have to do this step to get Biot-Savart's law. But if you by heart this equation, it will be easy for you to carry on. അപ്പോൾ ഇതിൽ എളുപ്പമുള്ള ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കാം. ഇനി ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്വാണ്ടിറ്റീസിനെല്ലാം നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ദ ഇൻ്റഗ്രേഷൻ ഈസ് എലോങ് ദ കറണ്ട് പാത്ത്. അത് നമുക്കറിയാം, കാരണം കറണ്ടിൻ്റെ ഡയറക്ഷനും ഡി എൽ ഡാഷിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഈസ് എലോങ് ദിസ് ഡി എൽ ഡാഷ്. ഡി എൽ ഡാഷ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ലെങ്ത് എലോങ് ദി വയർ. R, this R is the vector from the source to the point R. ഈ സോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് അല്ലേ. അപ്പോൾ ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്താ? ഈ കറണ്ട് ക്യാരിയിങ് വയറാണ്. അപ്പോൾ ചെറിയ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഈ ലെങ്ത് എലമെൻ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ്. അപ്പോൾ സോഴ്സിൽ നിന്ന് ഏത് പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ R. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഫിഗറും ഇക്വേഷനും കൂടി എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഈ പിക്ചർ കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു ഒറിജിൻ കൺസിഡർ ചെയ്യുക, ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യുക. അതാണ് നമ്മുടെ ഈ റെഡ് ഡോട്ടുള്ള പോയിന്റ് P. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ R ആണെങ്കിൽ അതിന് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയൂലേ. ഇനി നമ്മുടെ സോഴ്സ് ഡി എൽ ഡാഷ് ആണെങ്കിൽ കറക്റ്റ് ആ ഡി എൽ ഡാഷിൻ്റെ നടുഭാഗത്തേക്കുള്ള വെക്ടറിന് ഡി എൽ ഡാഷിൻ്റെ പൊസിഷൻ വെക്ടറായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ സോഴ്സിനെ നമുക്ക് ഫുള്ള് പ്രൈംഡ് അല്ലെങ്കിൽ ഡാഷ്ഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടും ഏത് പോയിന്റിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് അതിനെ നമുക്ക് എപ്പോഴും അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടും കാണിക്കുകയാണെങ്കിൽ ഈ സോഴ്സിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള വെക്ടറാണ് ഈ R അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇത് ആ വെക്ടറിൻ്റെ ഹെഡും ഇത് ആ വെക്ടറിൻ്റെ ടെയിലും ആണ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടേഴ്സ് നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കിയേ. ഈ വെക്ടറിൻ്റെ ടെയിൽ ഇത്, ഹെഡ് ഇത്. രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിൽ ആദ്യത്തെ വെക്ടറിൻ്റെ ഹെഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വെക്ടറിൻ്റെ ടെയിലിൽ നിന്ന് രണ്ടാമത്തെ വെക്ടറിൻ്റെ ഹെഡിലേക്ക് വരയ്ക്കുന്ന വെക്ടർ ആയിരിക്കും ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും സമ്മ്. അതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. സോ യു ക്യാൻ റൈറ്റ് R dash plus R equal to this R, and that will give you this R is equal to, from this equation, R minus R dash. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് R ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഈ ഫിഗറും ഈ ഇക്വേഷൻസും എഴുതി വെക്കണം. എന്നാൽ മാത്രമേ പിക്ചർ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ബയോസാവേർട്സ് ലോ പഠിച്ചു. ഈ ഇക്വേഷൻ തരുന്നത് ഒരു പോയിന്റ് R എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടറുള്ള പോയിന്റിൽ ഈ കറണ്ട് ക്യാരിയിങ് വയർ തരുന്ന അതിൻ്റെ ഇൻഫൈനൈറ്റ്സ്മൽ ലെങ്ത് എലമെന്റ് തരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ. സോ വി ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ. ബിഫോർ ദാറ്റ് യു ഹാവ് ടു ഓൾസോ നോ വാട്ട് ഇസ് mu0. ഇറ്റ് ഈസ് കോൾഡ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് 4 pi into 10⁻⁻⁷, but it is also having a unit, Newton per ampere square. കോൺസ്റ്റന്റ് ആണ്, പക്ഷെ യൂണിറ്റ് ഉള്ള കോൺസ്റ്റന്റ് ആണ്. Now unit of this magnetic field B is defined as ടെസ്ല. ഒരു സയൻറ്റിസ്റ്റ് ആണ്, നമുക്കറിയാം അല്ലേ. നൗ 1 ടെസ്ല ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ mu0ൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. ആ പെർ ആംപിയർ സ്ക്വയറിലുള്ള 2 ആംപിയറുള്ള 1 ആംപിയറും ഇവിടെയുള്ള ഈ കറണ്ടിൻ്റെ ആംപിയറും കൂടെ ക്യാൻസലായ ന്യൂട്ടൺ പെർ ആംപിയർ വന്നു. ഇനി ഇത് ഡി എൽ ഡാഷിൻ്റെ യൂണിറ്റ്, ഇത് ഡയറക്ഷൻ മാത്രമാണ്, അതിന് യൂണിറ്റ് ഇല്ല അല്ലേ. ഡി എൽ ഡാഷിൻ്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും, ആർ സ്ക്വയറിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിരിക്കും, കാരണം രണ്ടും ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. അതിലൊരു മീറ്റർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 1 മീറ്റർ ഡിനോമിനേറ്ററിൽ ബാക്കി ഉണ്ടാവും. സോ 1 ടെസ്ല ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് 1, ഓക്കെ, 1 ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ. Biot-Savart's law is analogous to Coulomb's law in electrostatics. We know that what is Coulomb's law? F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. Inverse square law in electrostatics അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇൻവേഴ്സ് സ്ക്വയർ ലോ 1 by R square ഡിപ്പെൻഡൻസ് തരുന്ന ഇക്വേഷൻ ആണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഇക്വേഷൻ ആണ് Biot-Savart's law.
Okay, so this is analogous to Coulomb's law in electrostatics. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും കമ്പയർ ചെയ്ത് ഓരോരോ പോയിന്റിലും പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠനം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. Now let us do a problem. ആപ്ലിക്കേഷൻ, ഈ ബയോസാവർട്ട്സ് ലോ, ആംപിയേഴ്സ് ലോ ഒക്കെ അതിൻ്റെ ആപ്ലിക്കേഷനിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് എസ് ഫ്രം എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് എ സ്റ്റഡി കറണ്ട് ഐ. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. അതിൻ്റെ ഒരു ചെറിയ ഇൻഫൈനൈറ്റ്സ്മെൽ ഡി എൽ ഡാഷ് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഒരു പോയിന്റിൽ തരും എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലോസ്ഡ് ലൂപ്പായിട്ടുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഡി എൽ ഡാഷ് എന്ന് പറഞ്ഞ ഒരു ഇൻഫൈനൈറ്റ്സ്മെൽ ലെങ്ത് എലമെന്റ്, കറണ്ട് ക്യാരി ചെയ്യുന്ന ലെങ്ത് എലമെന്റ് തരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എവിടെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് എ കറണ്ട്, സ്റ്റഡി കറണ്ട് ഐ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ, ഐ ആണ് നമ്മളെ കറണ്ട്. ഇനി ഒരു പോയിന്റ്, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് ഡിസ്റ്റൻസ് എസ് ഫ്രം ദ വയർ ആണ് അല്ലേ. അപ്പോൾ ഈ വയറിൽ നിന്ന്, ഇതിൽ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് കറക്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഡി എൽ ഡാഷ് വേണമല്ലേ, ഒരു ഇൻഫൈനൈറ്റ്സ്മെൽ ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യുക. ഡി എൽ ഡാഷ്, ഈ ചെറിയ ഇൻഫൈനൈറ്റ്സ്മെൽ ലെങ്ത് എലമെന്റ് കറക്റ്റ് സെന്ററിലേക്ക്, ഈ പോയിന്റിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ വെക്ടർ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ആർ ആണ് അല്ലേ. ദിസ് ഇസ് ദ ആർ. അപ്പോൾ ആറും ഡി എൽ ഡാഷും അത്യാവശ്യമാണ് നമുക്ക് ബയോസാവർട്ട്സ് ലോ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ ഡി എൽ ഡാഷും ആറും മാർക്ക് ചെയ്യുക. ഇനി തീറ്റയും ആൽഫയൊക്കെ നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിൽ നിന്ന് ആറിലേക്കുള്ള ആംഗിളിനെ തീറ്റ എന്നും, ആറിൽ നിന്ന് ഡി എൽ ഡാഷിലേക്കുള്ള ഈ ലെങ്ത് എലമെന്റിലേക്കുള്ള ആംഗിളിന് ആൽഫ എന്നും ഡിനോട്ട് ചെയ്യാം. ഇനി വീണ്ടും നമ്മളുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത് എലമെന്റിന് എൽ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നൗ വി ഹാവ് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. വി ക്യാൻ റൈറ്റ് ഡൗൺ വാട്ട് ഇസ് ടാൻ തീറ്റ, കോസ് തീറ്റ, എക്സെട്ര. Let us start from the Biot-Savart's law. This is the equation we have to use. Mu 0 by 4 pi I integral dl dash cross r cap by r square. Remember, this is just r cap, not the vector r. Okay. Now let us start from this quantity dl dash cross r cap. This can be written as dl dash into magnitude of r cap, which is equal to 1 into sine of angle between these two. See, this is one vector, this is one vector. Angle between these two is alpha. So this quantity becomes dl dash sine alpha. Now what is this angle? This angle will be, ഇത് 90 ആണ്, ഇത് തീറ്റ ആണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ. കാരണം ടോട്ടലായിട്ട് നമുക്ക് 180 വരാൻ പാടുള്ളൂ ഒരു ആംഗിളിൽ. അപ്പോൾ ഇത് 90 ആയി, ഇത് തീറ്റ ആയി. അപ്പോൾ ബാക്കി ഇത് 90 മൈനസ് തീറ്റ ആയാലേ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടുള്ളൂ അല്ലേ. 90 പ്ലസ് തീറ്റ പ്ലസ് 90 മൈനസ് തീറ്റ, ടോട്ടൽ വിൽ ബി 180. അപ്പോൾ ഈ ആംഗിൾ 90 ആണെങ്കിൽ ഈ ആംഗിളിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 180 മൈനസ് 90 മൈനസ് തീറ്റ. ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് ഈ ആംഗിൾ ആയിരിക്കും അല്ലേ. കാരണം ഈ ടോട്ടൽ ഇതൊരു ലൈനാണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഡി എൽ ഡാഷ് സൈൻ ഓഫ് 180 മൈനസ് 90 മൈനസ് തീറ്റ, ഇത് ഒരു ബ്രാക്കറ്റിൽ തന്നെ ഇടണം കേട്ടോ, കാരണം ഈ മൈനസ് ഇൻറ്റു ദിസ് മൈനസ് വിൽ ബിക്കം പ്ലസ്. So this can be written as dl dash sine of 180 minus 90, 90 ആവും, മൈനസ് മൈനസ് തീറ്റ പ്ലസ് തീറ്റ ആവും, സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ. ഏത് ക്വാഡ്രന്റിൽ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. 90 പ്ലസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് ഇവിടെ 90 പ്ലസ് കോസ് തീറ്റ ആയതുകൊണ്ട് സൈൻ 90 പ്ലസ് കോസ് തീറ്റ, 90 പ്ലസ് തീറ്റ കോസ് തീറ്റയാണ്. സൈൻ 90 പ്ലസ് തീറ്റ വിൽ ബി കോസ് തീറ്റ. സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് പ്ലസ് കോസ് തീറ്റ. Now what is the direction of B?
ഈ ഡയറക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ഈ ക്രോസ് പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ഈ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ഡയറക്ഷനും കൂടെ പറഞ്ഞു വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായി. അപ്പോൾ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ? യു ഹാവ് ടു കേൾ യുവർ ഫിംഗേഴ്സ് ഫ്രം ദിസ് വെക്റ്റർ ടു ദിസ് വെക്റ്റർ. സ്റ്റാർട്ട് കേളിങ് റൈറ്റ് നൗ. റൈറ്റ് ഹാൻഡ് എടുക്കുക, DL' എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്ക് ഫിംഗേഴ്സ് വെക്കുക, എന്നിട്ട് R എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്ക് ഫിംഗേഴ്സ് കേൾ ചെയ്യുക. അപ്പോൾ തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? നിങ്ങളുടെ നേരെയാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ. സോ ഡയറക്ഷൻ ഓഫ് B ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ടുവേർഡ്സ് യു. ഓക്കെ, അതാണ് ഈ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ. അത് തന്നെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നൗ ലെറ്റ് us take the quantity tan theta. Tan theta is opposite side L dash by adjacent side S. From this L dash is equal to S into tan theta. Now differentiate both sides. DL dash equal to S sec square theta d theta. ഇവിടെ വേരിയബിൾ L ആണ്, കാരണം L ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ്. L ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ DL' മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ അല്ലേ. അപ്പോൾ L ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുന്നതിനനുസരിച്ചിട്ടോ ഈ തീറ്റ ഇങ്ങനെ മാറും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിൾ L ആണ്, L' ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ വേരിയബിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ L-നോട് ഡിപ്പെൻഡ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി തീറ്റേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ടാൻ തീറ്റേൻ്റെ ഡിഫറൻഷ്യൽ d/d θ ഓഫ് ടാൻ തീറ്റ ഇസ് sec square theta d θ. ഓക്കെ, അപ്പം DL' is equal to S d theta. Sec square theta is 1 by cos square theta. Okay. Now write down what is cos theta. Cos theta will be adjacent side S by hypotenuse R. So that will give 1 by R is equal to 1 by R അങ്ങനെ തന്നെ വയ്ക്കുക. എസിന് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. cos theta by S. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഈ ഒരു ക്വാണ്ടിറ്റീനെ നമുക്ക് DL' cos theta ആയിട്ട് കിട്ടിയില്ലേ. അതിലുള്ള DL' തന്നെ നമ്മൾ S d θ by cos square theta ആയിട്ട് മാറ്റി കിട്ടി. ഇവിടെ നമുക്കൊരു 1 by R square എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ. അതിനെ നമ്മൾ 1 by R equal to cos theta by S എന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ 1 by R square will be cos square theta by S square. Okay. So what do we have now? We have DL' cos theta. ഇവിടെ ഒരു തീറ്റ ഉണ്ട്. ഈ DL' നമ്മൾ only theta ന്റെ ടേംസിലേക്ക് ആക്കി മാറ്റി എഴുതി. എസ് നമുക്ക് തന്നിട്ടുള്ള സാധനമാണ്, അത് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ L എന്ന സാധനത്തിന് ഈ DL' cos theta DL' നമ്മൾ തീറ്റൻ്റെ മാത്രം ടേംസിലേക്ക് ആക്കി മാറ്റി എഴുതി. അതേപോലെ തന്നെയുള്ള മറ്റേ ക്വാണ്ടിറ്റി 1 by R square എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റീനെയും നമ്മൾ തീറ്റൻ്റെ മാത്രം ടേംസിലേക്ക് മാറ്റി എഴുതി. Okay, now use these things in this equation. Let us see what we'll get. ഇവിടെയുള്ള ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ അല്ലേ. അതിൽ നമ്മൾ ഈ DL' ക്രോസ് R ക്യാപ്പിനെ 1 by R സ്ക്വയറിനെയും മാറ്റി എഴുതാം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇൻ്റഗ്രേഷൻ നടക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാ? ഈ DL' എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ ലെങ്ത് ഇവിടെ മുതൽ ഇവിടം വരെ ആണെങ്കിൽ ഫ്രം ദിസ് പോയിന്റ് L1 ടു ദിസ് പോയിന്റ് L2 ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഈ DL' തീറ്റൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സും തീറ്റൻ്റെ ലിമിറ്റ്സിലായിരിക്കണം. Okay, consider a wire segment, just this wire segment. Okay, അപ്പോൾ by definition of theta ഈ പോയിന്റിലെ തീറ്റ എന്ന് പറയുന്നത് അത് പെർപെൻഡിക്കുലർ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആയിരിക്കും അല്ലേ. ഈ പൊസിഷൻ വെക്റ്റർ ഈ പോയിന്റിന്റെ ഈ പൊസിഷൻ വെക്റ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മൾ പഠിച്ച തീറ്റ. അപ്പോൾ θ2 എന്ന് പറയുന്നത് ഈ പോയിന്റ് അതേ പെർപെൻഡിക്കുലർ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. അപ്പോൾ in terms of integration with respect to L, we have to integrate from L1 to L2. But when we convert L in terms of theta, you have to integrate from θ1 to θ2. θ1 to θ2 എന്ന് വെറുതെ എഴുതിയാൽ പോരാ, അതിൻ്റെ ഫിഗർ θ1 θ2 എന്താണ് എന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. B is equal to mu0 I by 4 pi ഇന്റഗ്രൽ θ1 to θ2. ഇവിടെയുള്ള DL' ക്രോസ് R ക്യാപ്പിനെ നമ്മൾ DL' cos theta എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ cos theta ആണ് ഇത്. DL' നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായിട്ട്? S d theta sec square theta. S d theta by cos square theta.
ആയിട്ട് നമ്മൾ ഡി എൽ ഡാഷിനെ മാറ്റി എഴുതി. ഈ കോസ് തീറ്റ ഈ ടേമിൽ വരുന്ന ഡി എൽ ഡാഷ് കോസ് തീറ്റേൻ്റെ കോസ് തീറ്റ ആണ് കേട്ടോ. ഇനി 1/r നമുക്ക് കോസ് തീറ്റ ബൈ എസ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/r² കോസ് സ്ക്വയർ തീറ്റ ബൈ എസ് സ്ക്വയർ എന്ന് മാറ്റി എഴുതി. ഓക്കെ, ഇവിടെ കണ്ടോ 2 കോസ് സ്ക്വയർ തീറ്റ ക്യാൻസലായി, ഇവിടെയുള്ള ഓരോ എസ് വീതം ക്യാൻസലായി. ബാക്കി നമുക്ക് കോസ് തീറ്റ ഡി തീറ്റയും ഇവിടെ ഒരു എസ്സും ആണുള്ളത്. ആ എസ് ഒരു സ്പെസിഫിക് എക്സാക്ട് ക്വാണ്ടിറ്റി ആണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തെടുക്കാം. കോസ് തീറ്റ ഡി തീറ്റ മാത്രമായിട്ട് നമ്മുടെ ഇൻ്റഗ്രേഷൻ സിംപ്ലിഫൈഡ് ആയില്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ കോസ് തീറ്റ എന്താണ്? സൈൻ തീറ്റയാണ്, പ്ലസ് സൈൻ തീറ്റയാണ്. അപ്പോൾ μ0I/4πs സൈൻ തീറ്റ ഇൻ്റഗ്രൽ ഫ്രം θ1 ടു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് സൈൻ തീറ്റ കിട്ടുക, ഫ്രം θ1 ടു θ2. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക, സൈൻ θ2 മൈനസ് സൈൻ θ1. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ വയർ സെഗ്മെന്റ് ഷോൺ ഇൻ ദിസ് ഫിഗർ. θ1 മുതൽ θ2 വരെയുള്ള ഈ വയർ സെഗ്മെന്റ് തരുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഗിവ്സ് ദ ഫീൽഡ് ഓഫ് എനി സ്ട്രെയിറ്റ് സെഗ്മെന്റ് ഓഫ് വയർ ഇൻ ടേംസ് ഓഫ് തീറ്റ. നൗ ഇങ്ങനെ ഒരു ചെറിയൊരു വയർ സെഗ്മെന്റ് ഒരു സ്റ്റഡി കറണ്ടിനെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ അത് ലൂപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് എക്സ്റ്റെൻഡ്സ് ടു -∞ ആൻഡ് +∞. എന്നാൽ മാത്രമേ ഈ വയറിൽ ഒരു സ്റ്റഡി കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് വയറാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കറക്കി ഒരു ലൂപ്പ് ആക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫിനിറ്റ്ലി ലോങ് വയറിനെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള വയറിന് നമ്മൾ എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. എ ഫൈനൈറ്റ് സെഗ്മെന്റ് cannot support a steady current. So we consider an infinite segment. So what is the case here? See, infinite segment ആവുന്ന സമയത്ത് θ1 എന്ന് പറയുന്നത് ഇവിടം വരെ അതിൻ്റെ ലെങ്ത് ഉള്ളായിരുന്നെങ്കിൽ ഈ പോയിന്റ് മുതൽ ഇവിടം വരെ ഒരു ലൈൻ വരച്ചിട്ട് അത് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ നമുക്ക് θ1 എന്ന് എഴുതായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ? ഇവിടെയല്ല അത് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് നമ്മൾ ഈ വരയ്ക്കുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ട് അല്ലെങ്കിൽ ആംഗിൾ കൂടി ഇവിടെ എത്തി നിൽക്കും അല്ലേ. സോ വാട്ട് ഇസ് ദ ആംഗിൾ നൗ? θ1 ഈസ് -90. സെയിം കേസാണ് റൈറ്റ് സൈഡിലും അല്ലേ. അതിൻ്റെ L2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ സെഗ്മെന്റിന്റെ ഈ റൈറ്റിലേക്ക് പോകുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു തീറ്റ ആയിരിക്കും അല്ലേ. ഇവിടെ ആണെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഉള്ളതായിരിക്കും θ2. അപ്പോൾ ഈ ലെങ്ത് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഈ തീറ്റ ഇങ്ങനെ കൂടി വരും. എന്നിട്ട് അത് ഇൻഫിനിറ്റിയിലേക്ക് നീളുമ്പോഴോ ഇവിടെ പോയി നിൽക്കും. അങ്ങനെ കൂടി ലെങ്ത് ഓഫ് ദി വയർ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ θ2 എന്ന് പറയുന്നത് +90 ആണ്. Okay, so for an infinitely long current carrying wire, using this equation that we just found out, you have to substitute θ1 as -90 and θ2 as +90. μ0I/4πs into sin +90 minus sin -90. sin 90 1 ആണ്, sin -90 -1 ആണ്. അപ്പോൾ 1 minus -1 you will get 2. ആ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0I/2πs. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ. അതോടെ നമ്മുടെ സൊല്യൂഷനായി. ഈ പോയിന്റിൽ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഇൻഫൈനൈറ്റ്ലി ലോങ് കറണ്ട് ക്യാരിയിങ് വയർ തരുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πs ആണ്. ആ കറണ്ട് ക്യാരിയിങ് വയറിലുള്ള കറണ്ടാണ് IS എന്ന് പറയുന്നത്. ഈ പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണ് ഈ വയറിൽ നിന്ന് എന്ന് കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് S. ഓക്കെ, നൗ വാട്ട് ഇസ് ദ ഡയറക്ഷൻ? ഇറ്റ് ഈസ് ടുവേർഡ്സ് യു. ഔട്ട് ഓഫ് ദിസ് പ്ലെയിൻ ടുവേർഡ്സ് യു അല്ലേ. അതിനെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യാം? ടുവേർഡ്സ് യു ആണെങ്കിൽ നമ്മളൊരു ഡോട്ട് ഇടുകയാണ് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് ഈ പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ നേരെ വരുന്ന ഒരു വെക്ടറിനെ നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ട് കാണിക്കും. ഇൻറ്റു ദ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടും കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ്, ഇത് ഇങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട് കറണ്ട് ക്യാരിയിങ് വയർ എങ്കിൽ മുകളിലുള്ള പോയിന്റിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത S ഡിസ്റ്റൻസ് മുകളിലുള്ള പോയിന്റിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? നമ്മുടെ നേരെ അല്ലേ. അപ്പോൾ അതിനെ നമ്മളൊരു ഡോട്ട് ഇട്ട് കാണിക്കുക. ഔട്ട് ഓഫ് ദ പ്ലെയിൻ ടുവേർഡ്സ് യു, നമ്മുടെ നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അത് നമ്മളൊരു ഡോട്ട് ഇട്ട് കാണിക്കും. ഇനി ഇതേപോലെ തന്നെ ഒരു പോയിന്റ് നിങ്ങൾ താഴെ കൺസിഡർ ചെയ്യുക.
DL എന്ന് പറയുന്ന സെഗ്മെന്റ് ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വെക്ടറിനെ നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്ത് ഈ DL നിന്ന് Rലേക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് ഒന്ന് തിരിച്ചു നോക്കിയേ, റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ്. അപ്പൊ തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യാം? ഇൻടു ദ പ്ലെയിൻ അല്ലേ? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, ടുവേർഡ്സ് യു ആണ് ഇവിടെയെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇൻടു ദ പ്ലെയിൻ ആയിരിക്കും ഈ പോയിന്റിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇതേ കറണ്ട് ക്യാരിയിങ് വയർ തന്നെ മുകളിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കായിരിക്കും, താഴെയുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കായിരിക്കും. രണ്ടും S ഡിസ്റ്റൻസ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അല്ലേ? ഇവിടെയും μ0I/2πs ആയിരിക്കും, ഇവിടെയും μ0I/2πs ആയിരിക്കും. പക്ഷെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ വാട്ട് ക്യാൻ വി കൺക്ലൂഡ്? വാട്ട് വിൽ ബി ദ ഫൈനൽ പിക്ചർ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് infinitely long current carrying wire? It is like this. It comes out of the plane above this wire and it goes into the plane below this wire. സോ ഇങ്ങനെ ഇത് നിങ്ങൾ 3 ഡയമെൻഷനലി കാണട്ടോ. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലക്സ്, മാഗ്നറ്റിക് ലൈൻസ് ഇവിടെ ഈ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങളുടെ ഫോണിന്റെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ പോയി കറങ്ങി കേൾ ചെയ്ത് ഈ പോയിന്റിൽ ഉള്ളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ പോയിന്റിലും ഇവിടെ കംപ്ലീറ്റ് ഈ സ്പേസിൽ ഫുൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് നിറഞ്ഞിരിക്കും. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു പിക്ചർ. ഈ കറണ്ട് ക്യാരിയിങ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ പിക്ചർ. ഓക്കെ, I hope it's clear. That's all. Thank you.